ഹലോ ഫ്രണ്ട്സ്, സ്വാഗതം. നന്ദിക്കാരൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ മരുഭൂമിയിലെ കാഴ്ചകളുമായി, അതായത് മരുഭൂമിയിലെ ചെറിയ ചെറിയ കാഴ്ചകളും മരുഭൂമിയുടെ കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു ഫാമിലെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിട്ടുള്ളത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരുടെയും വിലപ്പെട്ട കമൻറ്റുകൾ ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു തുടക്കക്കാരനാണ്. ഓക്കെ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോരായ്മ, മീൻസ് ഇതിൽ വിഷ്വൽസിൽ എന്തെങ്കിലും ഒരു പോരായ്മ, ക്ലാരിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ അടുത്ത എപ്പിസോഡ് മുതൽ അത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ട്രക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഒരു ഈവനിങ് ട്രക്കിംഗ്. എല്ലാവരും കരുതുന്നുണ്ടാകും ഈ കൊറോണ കാലത്ത് ഇങ്ങനെ വേറെ പണിയൊന്നുമില്ലേ, ഇങ്ങനെ നടക്കാനും പോകാനും. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സാനിറ്റൈസർ ഉണ്ട്. ഓക്കെ, മാത്രമല്ല നമ്മളെ അക്കോമഡേഷനും നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഒന്ന് വൈകുന്നേരം ഈവനിങ് ട്രക്കിങ് കുഴപ്പമില്ല, അതൊരു വലിയൊരു ഇതല്ല. നമ്മൾ അത്രയും ആൾക്കാരിൽ പിന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. ഓക്കെ, പിന്നെ ഈ കാണുന്ന സ്ഥലം നിങ്ങൾ നോക്കിയിട്ട് ഈ ക്യാമറയിൽ എത്രമാത്രം നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകും എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഇത് നേരിട്ട് തന്നെ കാണണം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങ് താഴോട്ട് ഒരു വലിയൊരു ഫാമാണ്. ഇതിൻ്റെ ചുറ്റും മരുഭൂമിയാണ്. അതിൻ്റെ കുറച്ച് താഴോട്ട് ഇത് ഒരു താഴ്ന്നൊരു പ്രദേശമാണ്. പക്ഷേ ഇത് ക്യാമറയിൽ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാണുന്നത് പച്ചപ്പ് നിറഞ്ഞൊരു ഫാമാണ്. അതിൽ ആടുകൾ, അതുപോലെ തന്നെ ഒട്ടകങ്ങൾ, കോഴി, താറാവ്, ഇതൊക്കെയുണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. എത്തുന്നവരെയുള്ള വിഷ്വൽസും നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഈ മരുഭൂമിയിലെ കാഴ്ചകൾ ഈ ക്യാമറയിൽ എത്രമാത്രം ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള എനിക്കറിയില്ല. നമ്മൾ നേരിട്ട് കാണുന്നത് ഇതിലും ഭംഗിയാണ്. ഇവിടുന്ന് നമ്മൾ ഈ ക്യാമറയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ഒരു താഴ്ന്ന സ്ഥലത്താണ് ആ ഫാം കിടക്കുന്നത്. ഈ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി ഒരു പ്രത്യേക രസമാണ്. പക്ഷേ ക്യാമറയിൽ നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ട് ആ കാഴ്ച എനിക്കറിയില്ല. ഓക്കെ, അത് നേരിട്ടിട്ട് തന്നെ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇവിടെ നിന്നുകൊണ്ട് ആ ചുറ്റുമുള്ള വിഷ്വൽ, അത് അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ, ഒരു രസം തന്നെയാണ്. അത് കണ്ട് തന്നെ അനുഭവിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഈ ക്യാമറയിൽ എത്രമാത്രം നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇതെൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഓക്കെ, ഫസ്റ്റ് ഷൂട്ടിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളും എല്ലാം ഈ ഒരു വിഷ്വൽസിൽ കാണാൻ കഴിയും. ഓക്കെ, എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, എന്ത് തന്നെയായാലും നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നന്ദിക്കാരൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റാഗ്രാമുണ്ട്, നന്ദിക്കാരൻ ഫുഡ് ആൻഡ് ട്രാവൽ. അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണം കാണുന്നവർ, കാഴ്ചക്കാരായ നിങ്ങൾ. ഇത് ശരിക്കും ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റ് ശരിക്കും നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ മരുഭൂമി ശരിക്കും കാണാൻ കഴിയുന്നത് ഒരു ചിത്രകാരൻ്റെ ഭാവനയിൽ. മീൻസ് അത് ഒരു ചിത്രം വരച്ചു വെച്ച ഒരു
ഒരു ഫ്രെയിമാണ് എനിക്ക് കിട്ടുന്നത്. അത് എത്രത്തോളം ക്യാമറയിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം ക്യാമറയിൽ അത് പതിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ അത് അത്രയും അതിൻ്റെ സൗന്ദര്യം ശരിക്കൊരു ചിത്രകാരൻ്റെ സങ്കല്പത്തിൽ, അതായത് ഒരു ചിത്രകാരൻ വരച്ച് വെച്ച ഒരു ഫ്രെയിം പോലെ എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ചുറ്റും അത് അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ ഒക്കെ കൂടിയാകുമ്പോൾ അതിനൊരു പ്രത്യേകതരം ഒരു ഭംഗി തന്നെയുണ്ട്. ആ ചുറ്റുമുള്ള മരുഭൂമിൻ്റെ ആ സൗന്ദര്യം കണ്ട, കുറേ മണൽത്തിട്ടകൾ അങ്ങനെ കൂമ്പാരമായി കിടക്കുന്നത്, അതുപോലെ തന്നെ കുറേ താഴ്ചകളും. ഓക്കെ, അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് താഴ്ചയാണത്. താഴ്ന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരുപാട് താഴ്ചയാണ്. ഓക്കെ, നമ്മളിപ്പം എത്രയോ മുകളിലോട്ടാണുള്ളത്. ഇതാ ഈ കാണുന്നൊരു ഭംഗി തന്നെ കാണുന്നില്ലേ, ഒരു പ്രത്യേകതരം ഒരു കുഴി, അതിൻ്റെ ചുറ്റും ഒരുപാട് മണലുകൾ, ഒരു മരുഭൂമിൻ്റെ ഒരു പ്രത്യേകത ഒരു സൗന്ദര്യം. അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും ഫാമിൻ്റെ അടുത്തെത്തി. ഓക്കെ, ഇനി ഫാമിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ അത് നിങ്ങളെ കാഴ്ചയിൽ, എൻ്റെ ക്യാമറ കണ്ണുകൾ കൊണ്ട് നിങ്ങളെ കാഴ്ചയിലേക്ക്, നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അതും ഫാമിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ, നാട്ടിലുള്ള അതുപോലത്തെ സെയിം, അതായത് ആടുകൾ, കോഴികൾ. പക്ഷേ ഞാൻ കണ്ടിടത്തോളം ഈ ഫാമിൽ ഞാൻ കണ്ടത് ഇപ്പം ആട്ടിൻ്റെ ആയിക്കഴിഞ്ഞാലും കോഴീൻ്റെ ആയിക്കഴിഞ്ഞാലും അവരെ ആ സിറ്റുവേഷൻ മീൻസ് കൂടുണ്ടല്ലോ, അത് നമ്മുടെ നാട്ടിൽ അത്ര ഒരു സംഭവമല്ല. ഇത് വെറുതെ ഒരു നെറ്റ് വളച്ച് കെട്ടിയിട്ട് ഒരു ഷീറ്റ് ഇട്ട പോലെയുള്ളത് ഇതാണ്. ഇത് നോക്കിയിട്ട് ഒട്ടകവും 2 കുട്ടികളും, അതായത് 2 വലിയ ഒട്ടകവും 2 കുട്ടികളും. ആ ചെറിയ കുട്ടീനെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, എന്ത് ഭംഗിയാണ് അതിങ്ങനെ നോക്കുക. നമ്മളെ കണ്ടപ്പോൾ അതൊരു പ്രത്യേക ഒരു എന്തോ ഒരു ഇതുപോലെ നോക്കുകയാണ്. അത് കരയും ചെയ്യുന്നുണ്ട്, പേടിയായിട്ടോ എന്തോന്നറിയില്ല, ഒരു രസമുണ്ട്. അത് നോക്കിയിട്ടത് എന്ത് രസമാണ് അതിന്. ആ ചെറിയ വെള്ളയാണ് അത്, ശരിക്കും ഒരു ചെറിയ രോമങ്ങളെല്ലാം അതിൻ്റെ പുറത്തുണ്ട്. എന്ത് രസമാണത്. ഓക്കെ, ഇപ്പം നല്ലൊരു ചൂടുള്ളൊരു ടൈമാണ്. അത് ചൂട് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ചൂട് തുടങ്ങിയിട്ട് കുറച്ചായി. പക്ഷേ ഇന്നലെ നല്ല ചൂടാണ് കേട്ടോ. നമ്മളിങ്ങനെ വേർത്തൊലിക്കുക. നോക്കിയിട്ട് ഈ ഈത്തപ്പഴം നിൽക്കുന്ന നോക്കിയിട്ട് ഇങ്ങനെ കൊലച്ചിങ്ങനെ പഴുക്കാനായ പരുവത്തിൽ നിൽക്കുകയാണ് ഈത്തപ്പഴത്തിൻ്റെ ആ കൊലകളും. നോക്കിയിട്ട് എന്തൊരു ഭംഗിയാണത്. ആ താഴെ കാണുന്ന കൃഷിയില്ലേ, അതെനിക്ക് തോന്നുന്നത് ഒട്ടകത്തിൻ്റെ തീറ്റക്കുള്ള ആ തീറ്റയാണെന്ന് തോന്നുന്നു, തീറ്റക്കുള്ള പുല്ലാണെന്ന് തോന്നുന്നത്. എനിക്ക് വ്യക്തമായില്ല, അതിൻ്റെ പേരും എനിക്കറിയില്ല. അടുത്തത് ഇതാ നോക്കിയിട്ട് ആട്, ഒരുപാട് ആടുണ്ട്. അതും വെറൈറ്റി, പല തരത്തിലും പല ഇനത്തിലും പെട്ട ആട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ആ കൂടിൻ്റെ എല്ലാം ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതാ ഇപ്പോൾ അവർ തീറ്റ ഇട്ട് കൊടുത്തിട്ട് ആ കൂടൊന്ന് ഓപ്പൺ ആക്കിയതാണ്. എല്ലാം നല്ല പരക്കം പാഞ്ഞു കണ്ട തീറ്റ. പക്ഷേ ഈ കൂടെല്ലാം കാണുന്നില്ല, ഒരു നാട്ടിലുള്ള ഒരു സംഭവം കിട്ടുന്നില്ല. പക്ഷേ ഒരു വെറൈറ്റി. പക്ഷേ ഇത്രയും ചൂടിന് ഈ ആട് ഇതുപോലെ തന്നെ കോഴിയെല്ലാം കൂടെ ഇതിങ്ങനെ ഓപ്പണായ സ്ഥലങ്ങളിൽ വെറൈറ്റി ജീവിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതം തന്നെയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. അതിന് വേറെ എന്തെങ്കിലും
മെഡിസിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയാനറിയില്ല. എങ്കിലും ഭയങ്കര ചൂടാണ് പുറത്ത്. ആ ചൂടിന് ഇത്രയും ആടുകൾ, അതുപോലെ തന്നെ കോഴികൾ. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോഴികളെ കാണാൻ പറ്റും. ആ കോഴികളെല്ലാം ഇവിടെ ഇപ്പോൾ അവരെ നിലനിൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഒട്ടകങ്ങളിങ്ങനെ അവർ തീറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള പോക്കാണ്. അവിടെ കൂട് തുറന്ന് കൊടുത്തു കഴിഞ്ഞിടത്ത് അത് തീറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള പോക്കാണ്. ലാസ്റ്റ് ഒരാൾ ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ തിരിച്ചെല്ലാവരും അല്ലല്ല, അവിടെ ഈത്തപ്പഴത്തിൻ്റെ കൊല തിന്നാൻ വേണ്ടി പോയത്. അവിടുന്ന് നോട്ടക്കാരനെ എല്ലാത്തിനും അടിച്ച് ചെയ്താ. എന്ത് ഭംഗിയാണ് നോക്കിയട്ടെ, അതിൻ്റെ പുറത്തെല്ലാം കുറേ രോമങ്ങളല്ലേ. ഇതാ അടുത്തത് നോക്കിയിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആടിനെ കണ്ടു. വലിയൊരു കൊമ്പും അതിൻ്റെ ചെവിടും ഇതെല്ലാം കണ്ടു. നല്ലൊരു ആജാനുവാക്ക സംഭവം. നോക്കിയട്ടെ എന്തൊരു ഭംഗി അതിനെ കാണാൻ. അതിനെ ഒറ്റൊരു സെപ്പറേറ്റായിട്ട് നിർത്തിയിരിക്കുക. അതെന്തോന്നറിയില്ല. ഓക്കെ, വേറെ ആരും കൂട്ടുന്നില്ല. ബാക്കി എല്ലാ കൂടും അടങ്ങിയിരിക്കുകയാണ്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒട്ടകത്തിൻ്റെ തീറ്റയ്ക്കുള്ള പുല്ലാണെന്ന് തോന്നുന്ന ഈ കൃഷി കണ്ടിട്ട് അതന്നെയാണ് സംഭവം. കണ്ടോ, ഇതിപ്പോൾ നമ്മളെ നാട്ടിലെ മറ്റേ വയലിലെല്ലാം വയലിലെല്ലാം പശുക്കളെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ, പശുക്കളെ കെട്ടിക്കഴിഞ്ഞാൽ വയലിലെല്ലാം ഉണ്ടാവില്ലേ, അവർ തീറ്റ എടുക്കുന്നില്ല. സെയിമാണ് ഇത്. ഒട്ടകം നോക്കിയിട്ട് അവരെ ഇങ്ങനെ ഒന്നുമില്ല, കയറുമില്ല, ഒന്നുമില്ല. മൂപ്പർ ഇങ്ങനെ വിട്ടിട്ടുള്ളത്, അതിങ്ങനെ തീറ്റ എടുക്കുകയാണ്. ഒരാളാടെ നോട്ടക്കാരനുണ്ട്. മൂപ്പർ എന്താ പറയുന്നത് അതിന് കണക്കായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ചെയ്യുന്നു. നോക്കി എന്തൊരു രസമാണ്. അതിൻ്റെ പുറത്തെല്ലാം നല്ല ചെറിയ രോമങ്ങളുണ്ട്. അത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ക്യാമറ കണ്ണുകളിലൂടെ. പക്ഷേ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ പുറത്തെല്ലാം ചെറിയ രോമങ്ങൾ, അത് നല്ല രസമുണ്ട്. അതൊരു എന്താ പറയണ്ടേ, നമ്മളെ ചെമ്മരിയാടിനുണ്ടാകുന്ന രോമമില്ലേ, സെയിം അതിൻ്റെ പുറത്ത് കാണുന്നുണ്ട്. ഈത്തപ്പഴം കണ്ടോ, ഈത്തപ്പഴം കുലച്ച് നിൽക്കുന്നുണ്ട്. ഈത്തപ്പഴം വെറൈറ്റി ആയിട്ട് നോക്കിയേ. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചില്ലേ, ഇത്രയും ചൂടുള്ള സമയത്തും ഇത്രയും ചൂട് പുറത്ത് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അത് ഹ്യൂമിഡിറ്റി അത്രയുള്ള സമയത്ത് ഈ നോക്കിയിട്ട് ആടുകളിലല്ലേ അവരെ ഒരു എന്താ പറയണ്ടത്, അതിന് വേറെ മറകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്താ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടെന്ന് എനിക്കറിയില്ല. അത് നോക്കിയേ എന്ത് ഭംഗിയാണ് അതിനെല്ലാം കാണാൻ. ചെറുത് മുതൽ വലുത് വരെ ഉണ്ട്. ഒരു ചങ്ങായിനെ കണ്ട, നമ്മളെ തന്നെ എൻ്റെ ക്യാമറ തന്നെ നോക്കുകയാണത്. ശരിക്കൊരു മെരുക്കുള്ളത് കണ്ട, ശരിക്കൊരു മെരുക്കുള്ള ടൈപ്പിലുള്ളൊരു ആട്. പിന്നെ എല്ലാത്തിൻ്റെയും ചെവിട്ടിനെല്ലാം കാണുന്നില്ലേ, ഒരു സീല് വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും. അത് എല്ലാത്തിനും ഉണ്ട്, എല്ലാ ആടിൻ്റെയും കണ്ടിന് സീല് വെച്ചത് കണ്ടിന്. അതെന്തോ കോഴികളുണ്ട്, നല്ല വെറൈറ്റി, നല്ല വലിപ്പമുള്ള കോഴികൾ. ഇതേതാ ഇനന്നൊന്നും ചോദിക്കാനും കൂടി ഇപ്പോൾ ആരും കാണാനില്ല, എല്ലാവരും അപ്പുറമുള്ള ഒട്ടകത്തെ നല്ല കോഴികളാണ്.
ഉണ്ട്. താറാവുണ്ട്, അതുപോലെ കോഴിയുണ്ട്. എന്ത് ഭംഗിയാണ്. ഓക്കെ ബൈ. ഈത്തപ്പഴം നല്ല തേന് പോലെ പഴുത്ത് നിൽക്കുന്നുണ്ടോ? അത് കഴുകിയിട്ടൊന്ന് തിന്നാൻ എന്ത് ടേസ്റ്റായിരിക്കും. ഇതാണ് ഈത്തപ്പഴത്തിൻ്റെ തോട്ടങ്ങളാണ്. അത് കാണുന്ന കംപ്ലീറ്റ് ഈത്തപ്പഴത്തിൻ്റെ തോട്ടങ്ങൾ. നമ്മുടെ നാട്ടിലെ പുളിമരത്തിൻ്റെ അല്ലേ ഒരു കോലം, പക്ഷെ പുളിമരമല്ല, ഏകദേശം അതുപോലെ ഉണ്ട്. ഓക്കെ, എന്താ മരം എന്നല്ല അറിയില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളും കാഴ്ചകളും അതുപോലെ തന്നെ മരുഭൂമിയിലെ കാഴ്ചകളും ഫാമിലെ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിഷ്വൽസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വോയിസിൽ എന്തെങ്കിലും ക്ലാരിറ്റി എന്തെങ്കിലും പ്രോബ്ലങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത എപ്പിസോഡ് മുതൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. Signing out from Nandikaran. Goodbye.